ഹലോ ഗായ്സ്, നമുക്ക് ബംഗാളിലുള്ള BSF ക്വാർട്ടേഴ്സ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പുതിയ ക്വാർട്ടേഴ്സായിട്ട് കിട്ടിയേക്കുന്നത്. ഇത് മാത്രമല്ല, കുറേ ഉണ്ട് കേട്ടോ. പഴയ ക്വാർട്ടേഴ്സും ഉണ്ട്, അതായത് മുസൈക്കൊക്കെ ഇട്ടിട്ടുള്ള പണ്ടത്തെ ക്വാർട്ടേഴ്സ് വരെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ ഈ ക്വാർട്ടേഴ്സിലും ആളും തികഞ്ഞു കേട്ടോ. ഒരു ക്വാർട്ടർ വെപ്പിച്ചാൽ ബാക്കി എല്ലാത്തിലും ഇതിൽ ആളുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നിലയാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മളിത് സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോവാണ് കേട്ടോ. സ്റ്റെപ്പ് കയറിലാണ് ഒരു പണി. നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ മേളിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നമ്മുടെ റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് റൂമിലോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ നെറ്റിട്ട ഒരു ഡോറാണ്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഉപകാരമാണ്. കാരണം നെറ്റിൻ്റെ ഡോറ് ആരെങ്കിലും വന്ന് വാതിൽ മുട്ടുവാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ മെയിൻ ഡോറ് തുറന്നതിന് ശേഷം നമുക്ക് ആരാന്ന് അറിയാമല്ലോ. സേഫ്റ്റിയാണ്, നല്ല സേഫ്റ്റിക്കാണ് ഇവർ ഇങ്ങനെ വച്ചേക്കുന്നത്. നമുക്കിത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിയുന്നത് ഹാളിലേക്കാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഹാളാണ് വന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിയണതാണ് ബാൽക്കണിയിലോട്ട്. നമുക്ക് ഹാളിൽ തന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അടുത്ത ഡോറും ഇങ്ങനെയാണ്. മെയിൻ ഡോറും ബാൽക്കണി ഡോറും മാത്രമാണ് ഇങ്ങനെയുള്ളൂ. പിന്നെ നമുക്ക് റൂമിൻ്റെ ഡോറൊന്നും ഇങ്ങനെയല്ല കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ക്വാർട്ടേഴ്സും കാണാൻ പറ്റും. അതുപോലെ തന്നെ പിള്ളേർ കളിക്കണത്, എല്ലാവരും മുറ്റത്ത് നിന്ന് വർത്താനം പറയുന്നത്. വൈകുന്നേരം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഭയങ്കര വെട്ടാണ്. മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ്, നല്ല വ്യൂ ആണ്. നമുക്കിങ്ങനെ നിൽക്കാൻ തോന്നും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നല്ല രസമാണ്. പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലും നന്നായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ എല്ലാവരും സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ. തൊട്ടടുത്തുള്ള ക്വാർട്ടറിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൽ നിന്നാണ് പിന്നെ അടുക്കള വരുന്നത്. അടുക്കളയിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മാത്രമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ഇവിടുന്ന് വെക്കരുത് പോകുമ്പോൾ നമുക്കിതൊക്കെ വാരി കെട്ടി കൊണ്ടുപോകാൻ പാടായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളും നമ്മുടെ അത്യാവശ്യം പാത്രങ്ങൾ, നമുക്ക് വേണ്ടിയുള്ള പാത്രങ്ങൾ. പിന്നെ ഞാനിപ്പം ഇത് കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നിട്ട് പെരുമാറുമ്പോൾ നമുക്ക് വേണ്ടിയതുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് എല്ലാം വരുന്നത്. 2 റൂം, ബാത്റൂം ഒക്കെ. അപ്പം ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. നമുക്കിപ്പോൾ കട്ടിലൊന്നുമില്ല. നമുക്കിത് ജസ്റ്റ് ബെഡാണ്, താഴെ വെച്ചിട്ടുള്ള ബെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം കട്ടിൽ വാങ്ങിച്ചാലും നമുക്കിത് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ താഴെയുള്ള ബെഡാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെയുള്ള വിൻഡോയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നെറ്റിൻ്റെ ഡോറാണ് വച്ചേക്കുന്നത്, വിൻഡോക്ക് വച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് മെയിനായിട്ടുള്ള ഡോറ് വരും. അപ്പോൾ ഇതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു അലമാരിയുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതിനോട് ചേർന്നിട്ടുള്ള അലമാരി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ അലമാരി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വച്ചേക്കണത്. എൻ്റെ സുക്കുംപിയുടെയും ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസാണ് മൊത്തം. തുണി മണി എടുത്തില്ലെങ്കിലും ഞാൻ മേക്കപ്പ് ഐറ്റംസ് എടുക്കാൻ മറക്കാറില്ല. അതുകൊണ്ട് അതൊരുപാട് ഞാൻ വാരി കെട്ടി കൊണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെട്ടികൾ, നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്ന പെട്ടികൾ, ഐറ്റംസ്, ചെരുപ്പ്, പിന്നെ മരുന്ന് എല്ലാം ഇവിടെയായിട്ട് വച്ചേക്കണത്. കാരണം ബെഡ്റൂമിൽ വയ്ക്കുമ്പോഴാണ് നമുക്കത് പെട്ടെന്ന് എടുക്കാനുള്ള ഇത്. പിന്നെ ഇതാണ് കേട്ടോ ബാത്റൂം വന്നത്. ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇത് ഇച്ചിരി വലിയ റൂമാണ്. ഇവിടെയാണ് ഞാൻ ഇക്കാക്കയുടെ യൂണിഫോമൊക്കെ വെക്കണത്. ഇവിടുത്തെ അലമാരി എന്ന് പറയുന്നത് കുറച്ച് വലിയ അലമാരിയാണ്. നമ്മൾ ഇട്ടിട്ട് വന്ന ഡ്രസ്സെല്ലാം അലക്കി വച്ചേക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇക്കാടെ യൂണിഫോമൊക്കെ നമ്മൾ ഇവിടെയാണ് കേട്ടോ വെക്കണത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അവിടെയാണ് നമ്മൾ അലക്കി വിരിച്ചിടുന്നത്. അവിടെ നല്ല വെയിൽ വരും. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കേട്ടോ, ഈ റൂമിനോട് ചേർന്ന്. പിന്നെ അവിടെ അലക്കി വിരിച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഉണങ്ങിയതൊക്കെയാണ് നമ്മൾ റൂമിൽ തറയിൽ വിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റൂമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ ചെറിയ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പം ഇതാണ് നമ്മുടെ വീട്. പുതിയൊരു വീടായിട്ട് കാണാം കേട്ടോ. പിന്നീട് ബൈ.